കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിർണായക കോൺക്ലേവ് ആരംഭിച്ചു. 71 രാജ്യങ്ങളിൽ നിന്നുള്ള 133 കർദിനാൾമാർ പ്രദക്ഷിണമായി സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രവേശിച്ചു. ആദ്യ വോട്ടെടുപ്പും ആരംഭിച്ചു. കോൺക്ലേവിന് മുന്നോടിയായി ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ ജോവാനി ബാത്തിസ്ത റേയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ എല്ലാ കർദിനാൾമാരും പങ്കെടുത്ത വിശുദ്ധ കുർബാനയും നടന്നിട്ടുണ്ട്. വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. അനിൽ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? സമയബന്ധിതമായ ഒരു പരിപാടി നടപ്പാക്കിയാൽ അത് കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കുന്ന ഒരു പാരമ്പര്യമാണ് വത്തിക്കാനുള്ളത്. വത്തിക്കാനിൻ്റെ എല്ലാ ചടങ്ങുകളും ആ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. പക്ഷേ 11:30 ഇന്ത്യൻ സമയം കൃത്യം 11:30 വെളുത്തതോ അല്ലെങ്കിൽ കറുത്തതോ ആയ പുക സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ചിമ്മിനിയിലൂടെ ഉയരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ സമയം 11:49 ഇതുവരെ പുക ഉയർന്നിട്ടില്ല. അതിനാൽ തന്നെ വിശ്വാസികൾ ഏറെ പ്രതീക്ഷയിലാണ്. കാരണം മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായെങ്കിൽ, പുതിയൊരു മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ ചില നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ആ ബാലറ്റ് കത്തിച്ച് അതിൽ കൃത്യമായ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കാൻ ഒക്കൂ. കാരണം മാർപ്പാപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളോട് സമ്മതം ചോദിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സമ്മതം കിട്ടിയാൽ അയാൾക്ക്, ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കണം, അയാൾക്ക് ഒരുങ്ങാനുള്ള സമയം കൊടുക്കണം. അതിനുശേഷം അയാൾ സമ്മതം അറിയിച്ചാൽ, ആ ആൾ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ആരാണോ ആ കർദിനാൾ സമ്മതം അറിയിച്ചാൽ, അല്ലെങ്കിൽ കർദിനാൾ സമിതിക്ക് പുറത്തു നിന്നാണ് ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ ആ ആളെ കണ്ടെത്തുകയും അയാളോട് സമ്മതം ആരായുകയും ചെയ്യുന്നതടക്കമുള്ള നടപടിക്രമങ്ങളുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് നടപടികളിലെ സുപ്രധാനമായ ഒരു ചുമതല വഹിക്കുന്ന ഏറ്റവും ജൂനിയർ കർദിനാൾമാരിൽ ഒരാളായ കർദിനാൾ ഡീക്കന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായ മലയാളിയായ ജോർജ് കൂവക്കാട്ട് കർദിനാൾ ഈ നടപടിക്രമങ്ങൾ പുറത്തേക്ക് അറിയിക്കാനുള്ള, മറ്റ് രേഖപ്പെടുത്തലുകൾക്കും മറ്റുമായി അറിയിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം. ഒപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് കർദിനാൾ ഡീക്കനായ മമ്പാർട്ടി അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ് കർദിനാൾ ഡീക്കൻ എന്ന നിലയിൽ ഈ കാര്യം ലോകത്തോട് പ്രഖ്യാപിക്കുകയും വേണ്ടത്. ഹബേബൂസ് പാപ്പ എന്ന ആ കർദിനാൾ ഡീക്കൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയും ചെയ്യും. ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടാണോ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിലെ ചിമ്മിനിയിൽ ഇതുവരെ പുക ഉയരാത്തത് എന്നാണ് വിശ്വാസികൾ നോക്കുന്നത്. കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നില്ല. മറ്റൊരു സാധ്യത ഉള്ളത് 110 കർദിനാൾമാർ ആദ്യമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്, കോൺക്ലേവിനെ അഭിമുഖീകരിക്കുന്നത്. കോൺക്ലേവിൻ്റെ നടപടിക്രമങ്ങളിൽ ധ്യാനപ്രസംഗമടക്കം ഏതെങ്കിലും ഭാഗത്ത്, അതായത് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ വാതിലുകൾ അടച്ചു കഴിഞ്ഞുള്ള ആ നടപടിക്രമങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ സമയദൈർഘ്യം ഉണ്ടായിട്ടുണ്ടോ, അതാണോ ബാലറ്റുകൾ കൗണ്ട് ചെയ്ത് ഒരു കൃത്യതയിലേക്ക് എത്താൻ താമസിക്കുന്നത് എന്ന ഒരു ഭാഗം കൂടിയുണ്ട്. പക്ഷേ കൂടുതൽ സാധ്യത ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാർപ്പാപ്പയുടെ സമ്മതം തേടാനാണ് എന്ന നിലയിൽ വിശ്വാസികൾ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഒറ്റ റൗണ്ടിൽ തന്നെ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു മുന്നൊരുക്കം ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി ഈ 133 കർദിനാൾമാരിൽ പലരും പുതുമുഖങ്ങളാണ്. അതുപോലെ തന്നെ 15ഓളം രാജ്യങ്ങളിൽ നിന്ന് ആദ്യമായാണ് കർദിനാൾമാർ ഉണ്ടാവുന്നത്. ഇതെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ച ആളുകളാണ് ബഹുഭൂരിപക്ഷമുള്ളത്, 110 പേർ. ഇതിൽ തന്നെ വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമേ ഈ കർദിനാൾമാർ എല്ലാവരും കൂടി ചേരുന്ന ഒരു സമ്മേളനങ്ങൾ അടക്കം വത്തിക്കാനിൽ നടന്നിട്ടുള്ളൂ. പലരും തമ്മിൽ അറിയില്ല, അല്ലെങ്കിൽ ഒരു കർദിനാളിനെ കൃത്യമായി വിലയിരുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഏവർക്കും സുപരിചിതരായ 2 കർദിനാൾമാർ, കാരണം നിരന്തരമായി കർദിനാൾമാർ വത്തിക്കാനിലെ വിവിധ കാര്യാലയങ്ങളുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിൽ എല്ലാ കർദിനാൾമാരും കൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യാലയത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ പിയാദ്രോ പരോളിനുമായി ആയിരിക്കും. പിയാദ്രോ പരോളിനെ കൃത്യമായി എല്ലാ
എല്ലാ കർദിനാൾമാർക്കും അറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രം പിയാത്രോ പരോളിൻ സ്വീകാര്യനാകണമെന്നില്ല. കാരണം ഈ വത്തിക്കാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കർക്കശമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആൾ കൂടിയാണ് പിയാത്രോ പരോളിൻ. അതിനാൽ തന്നെ പരോളിൻ അത്രത്തോളം സ്വീകാര്യനാകുമോ എന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. മറ്റൊരു എല്ലാ കർദിനാൾമാരും നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു കാര്യാലയത്തിൻ്റെ തലവൻ ലൂയിസ് ടാഗ്ലെ എന്ന ഏഷ്യക്കാരനായ ഫിലിപ്പീൻകാരനായ കർദിനാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യാലയമാണ് ഓരോ രൂപതകളിലെയും മെത്രാന്മാരെ നിശ്ചയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇദ്ദേഹം ആ കാര്യാലയത്തിൻ്റെ തലവനായതിനു ശേഷം ഓരോ മെത്രാൻ സമിതികളും അല്ലെങ്കിൽ സിനഡുകളും കൃത്യമായി കൊടുക്കുന്ന പേരുകൾ മറ്റ് തിരിച്ചയക്കൽ ഒന്നുമില്ലാതെ തന്നെ അത്തരം ആ ലിസ്റ്റ് അംഗീകരിച്ചുകൊണ്ട് മെത്രാന്മാരെ നിശ്ചയിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മനോഭാവം കൂടി ലൂയിസ് ടാഗ്ലെ ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹവുമായി കൂടുതൽ അടുപ്പം ഈ കർദിനാൾമാരിൽ പലർക്കും ഉണ്ടാകും. ഇതിനപ്പുറത്തേക്ക് ഒരു വലിയ വിലയിരുത്തലിനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അല്ലെങ്കിൽ ഇതിൽ യാഥാസ്ഥികവാദികൾക്ക് അത് ഈ പാരമ്പര്യവാദികൾക്ക് കൃത്യമായ ഒരു മുൻതൂക്കം ലഭിച്ചിട്ടുണ്ടോ എന്നതും ഒരു നിർണായകമായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പീറ്റർ എർദോയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനൊപ്പം തന്നെ ഉള്ള ഒരു കാര്യമാണ് ഒരു പൊതുവിൽ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നത്. ആ സ്ഥാനാർത്ഥി പിയർ ബാറ്റിസ്റ്റ പിസബല്ല എന്ന ആളായിരിക്കാം. ഇറ്റലിക്കാരനാണ്. ഇറ്റലിയിലെ ഒരു കർദിനാൾ ആണ് അദ്ദേഹം. ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയർക്കീസ് എന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ സേവനം ചെയ്യുന്നത്. ഇദ്ദേഹത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിശ്ചയിച്ചയാളാണ്. പക്ഷേ ഇദ്ദേഹത്തിന് 60 വയസ്സ് മാത്രമാണ് പ്രായമെന്നതാണ് ഏറ്റവും അദ്ദേഹത്തിൻ്റെ സാധ്യത കുറയ്ക്കുന്നതായി ആളുകൾ കരുതുന്നത്. കാരണം ദീർഘകാലമായ ഒരു പേപ്പൽസി ഈ കർദിനാൾമാർ തന്നെ അംഗീകരിക്കുന്നുണ്ടാകുമോ എന്നതൊരു സംശയമാണ്. പക്ഷേ ജോൺ പോൾ രണ്ടാമൻ ദീർഘകാലം പേപ്പൽസി തുടർന്ന ഒരു പോപ്പാണ്. ആ രീതിയിൽ കത്തോലിക്ക സഭയുടെ ഒരു നിർണായകമായ ഒരു സമയത്ത് ഒരു ഇരുചേരിയിലും പെടാത്ത എന്നാൽ കത്തോലിക്ക സഭയുടെ ലിറ്റർജിയോട് കൃത്യമായ വിധേയത്വം പുലർത്തുന്ന ഒരാളെന്ന നിലയിലും ഒപ്പം ഈ കിഴക്കൻ സഭകളുമായി നിരന്തരമായ ബന്ധം പുലർത്തുന്ന ആളെന്ന നിലയിലുമൊക്കെ പിയർ ബാറ്റിസ്റ്റ പിസബല്ലയുടെ പേരിന് വളരെയേറെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഒപ്പം തന്നെ ഈ കോൺക്ലേവിൽ നിർണായകമായ ഒരു ഘടകമായിരുന്നത് ഈ തൊട്ടു മുമ്പ് ഈ കോൺക്ലേവിലെ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് അവിടെ ധ്യാനിപ്പിച്ച കപ്പുച്ചൻ സഭ അംഗമാണ്. അദ്ദേഹം കർദിനാളാണ്. ആ കർദിനാൾ ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കർദിനാൾ ആക്കിയത് ഈ അടുത്ത കാലത്താണ്. അതിനു മുമ്പ് 1980 മുതൽ മാർപ്പാപ്പമാരോട് സുവിശേഷം പ്രസംഗിക്കുന്ന മാർപ്പാപ്പമാരെ ധ്യാനിപ്പിക്കുന്ന ചുമതലയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹമായിരുന്നു ഈ കർദിനാൾ സമിതിക്ക് ഇപ്പോൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർക്ക് വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് കൃത്യമായ നിലയിൽ ഒരു ധ്യാനം നടത്തിയത്, കൃത്യമായ ഒരു മാർഗനിർദ്ദേശവും ഒപ്പം ഒരു മാനസിക ഉണർവും അവർക്ക് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് വളരെ കൃത്യതയുള്ള ഒരു നിലപാട് കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത് 1980 തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ കൃത്യമായ ആ നിലപാട് വലിയ വിവാദം സൃഷ്ടിച്ച ഒരു നിലപാട് കൂടിയായിരുന്നു. ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും കത്തോലിക്ക സഭ രൂപപ്പെട്ടത് ആ നിലയിലാണെങ്കിൽ ഈ കത്തോലിക്ക സഭയുടെ നേതൃത്വം യഹൂദ വംശത്തിന് കൈമാറണം എന്ന നിലപാടാണ് അദ്ദേഹം വെച്ചു പുലർത്തുകയും ചെയ്തത്. ഈ പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ ഇസ്രായേലും അതുപോലെ അമേരിക്കയും ഒക്കെ വലിയ താല്പര്യങ്ങൾ പുലർത്തുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ അടക്കം പുറത്തേക്ക് വരുന്നുമുണ്ട്. അത്തരം ചർച്ചകൾ വത്തിക്കാൻ്റെ ഇടനാഴികളിൽ പോലും വളരെ സജീവമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ പിയർ ബാറ്റിസ്റ്റ പിസബല്ല എന്ന പേരിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 12 മണിയാകുന്നു. കൃത്യമായി സിസ്റ്റീൻ ചാപ്പലിൻ്റെ പുകക്കുഴലിലൂടെ പുക വെളുത്തതോ കറുത്തതോ ആവട്ടെ ആ പുക വരേണ്ടിയിരുന്നത് ഇന്ത്യൻ സമയം 11:30 അതും പിന്നിട്ട് സമയം മുമ്പോട്ട്
ഈ ഘട്ടത്തിൽ ഒന്ന് ഇടപെടുകയാണ്. അതിൽ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ സമയക്രമം പാലിച്ചാണ് എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കാറുള്ളത്. നമുക്കറിയാം, ചെയ്യാൻ കഴിഞ്ഞ ഒക്കെ സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമ്മളത് കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് വൈകുന്ന സാഹചര്യത്തിൽ ഇനി അത് അടുത്ത ദിവസത്തിലേക്ക് വോട്ടെടുപ്പ് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പല സാധ്യതകളും അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കർദിനാൾമാരുടെ എണ്ണ കൂടുതലുണ്ട്. ഒപ്പം തന്നെ ഈ വാതിലടച്ചതിന് ശേഷം അകത്ത് നടക്കാവുന്ന ചടങ്ങുകളിൽ ഏതെങ്കിലും സമയദൈർഘ്യം കൂടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് നീളുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ വോട്ടെടുപ്പിൻ്റെ 2ാം ദിവസവും 3ാം ദിവസവും ഒക്കെ സംഭവിക്കുക. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ വരുന്നത് 2ാം ദിവസത്തെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് 2ാം ദിവസത്തിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസത്തിലെ നടപടിക്രമങ്ങൾ ഏത് രീതിയിലായിരിക്കും, ആ വോട്ടെടുപ്പ് എങ്ങനെയായിരിക്കും പുരോഗമിക്കുക, അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഇതിൽ ഏറെ നിർണായകമാകുന്നത് ഇന്നത്തെ പുക വെളുത്തതോ കറുത്തതോ എന്നതിലാണ്. നാളേക്ക് നീളുകയാണെങ്കിൽ നാളെ 4 റൗണ്ട് വോട്ടുകളാണുള്ളത്. രാവിലത്തെ സമയം, അതായത് ഇന്ത്യൻ സമയം 2 മണിയോടുകൂടിയാണ് നാളെ വീണ്ടും കോൺക്ലേവ് ആരംഭിക്കുന്നത്. ഇപ്പോൾ തിരിച്ച് സാന്താ മാർത്തയിലേക്ക് കർദിനാൾമാർ തിരികെ പോകും. അവിടെ പോയി അവർ രാത്രി വിശ്രമത്തിലേക്ക് പോകും. പിറ്റേ ദിവസം രാവിലെ 9:30 ഇറ്റാലിയൻ സമയം 9:30, ഇന്ത്യൻ സമയം ഏതാണ്ട് 1:30 ശേഷം കോൺക്ലേവ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തുടരുന്നതിന് വേണ്ടി അവർ വീണ്ടും സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സിസ്റ്റൈൻ ചാപ്പലിൻ്റെ വാതിലുകൾ അടയ്ക്കും. തുടർന്ന് രാവിലെ 2 റൗണ്ട് വോട്ടെടുപ്പ് നടക്കും. ഇതിൽ ആദ്യ റൗണ്ടിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്താൽ ഏതാണ്ട് ഇന്ത്യൻ സമയം 2:30 പുക ഉയരും. ആ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടുന്നില്ല, തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. മാർപ്പാപ്പ തിരഞ്ഞെടുത്തില്ലെങ്കിൽ 2ാം റൗണ്ട് വോട്ടിലേക്ക് പോകും. ആ സമയത്ത് പുകയുണ്ടാവില്ല. 2ാം റൗണ്ട് വോട്ടെടുപ്പിൽ അതിൻ്റെ ഫലം കൃത്യമായിട്ട്, അതായത് തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും കറുത്തതായാലും വെളുത്തതായാലും ആ പുക 3:30 ഉയരൂ. കാരണം ആദ്യത്തെ ബാലറ്റ് ഫലം കൃത്യമാകുന്നില്ലെങ്കിൽ കത്തിക്കില്ല. അത് 2ാം റൗണ്ടിലെ ബാലറ്റിനൊപ്പമേ കത്തിക്കൂ. ആ കാര്യത്തിലും കറുത്ത പുകയാണ് ഉയരുന്നതെങ്കിൽ പിന്നീട് ഉച്ചഭക്ഷണത്തിനായി കർദിനാൾമാർ പിരിയും. അതിനുശേഷം വൈകുന്നേരം ഇതേപോലെ വീണ്ടും അവർ സമ്മേളിക്കും. ഇന്ത്യൻ സമയം ഏതാണ്ട് 8 മണിയോടുകൂടി ആണ് 2ാം റൗണ്ടിലെ കാര്യങ്ങൾ നടക്കുക. 2ാം ദിവസത്തെ 3ാം റൗണ്ട് വോട്ടെടുപ്പ് നടക്കുക. ആ വോട്ടെടുപ്പിലും കൃത്യമായി ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നില്ലെങ്കിൽ അത് 4ാം റൗണ്ടിലേക്ക് നീളും. ഈ 3ാം റൗണ്ടിലെ ബാലറ്റും 4ാം റൗണ്ടിലെ ബാലറ്റും ഒരുമിച്ചേ കത്തിക്കുകയുള്ളൂ. അതിലും കറുത്ത പുകയാണ് ഉയരുന്നെങ്കിൽ ഇന്ന് നടന്നതുപോലെ തന്നെ ഉള്ള നടപടിക്രമങ്ങൾ നടക്കും. അവർ സാന്താ മാർത്തയിലേക്ക് തിരികെ പോകും. വീണ്ടും 3ാം ദിവസം ഇവർ വോട്ടെടുപ്പിനായി സമ്മേളിക്കും. 2ാം ദിവസത്തിലെ നടപടിക്രമങ്ങൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. ആ തെരഞ്ഞെടുപ്പിലും ആ റൗണ്ടുകളിലും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുന്നില്ല എങ്കിൽ ഒരു ദിവസം കർദിനാൾമാർക്ക് അവധി നൽകും. ഈ വോട്ടെടുപ്പടക്കമുള്ള നടപടിക്രമങ്ങളെല്ലാം ഒരു ദിവസത്തേക്ക് നിർത്തിവെക്കും. പിന്നീട് വീണ്ടും സിസ്റ്റൈൻ ചാപ്പലിലേക്ക് കർദിനാൾമാരെ ക്ഷണിക്കും. കർദിനാൾമാർ വീണ്ടും എത്തുകയും ചെയ്യും. ശരി, എന്തായാലും വളരെ കൃത്യമായി തന്നെ വളരെ വിശദമായി തന്നെയാണ് അനിൽ ജോർജ് ആ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ കറുത്ത പുകയാണോ വെളുത്ത പുകയാണോ ഉയരുന്നത് എന്നുള്ളൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. അത് ഇനിയും ഉയർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. പുതിയ മാർപ്പാപ്പ ആരാകുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് അനിലും വ്യക്തമാക്കുന്നത്.